ഫ്രാൻസിസ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇനിയുള്ള കാലം മുഴുവൻ നിന്നോടുകൂടി കഴിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ക്ലാരെ, നിന്റെ പ്രണയം എനിക്ക് മനസ്സിലാകുന്നു. നിന്റെ പ്രണയത്തിൻ്റെ നക്ഷത്ര തിളക്കം ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ക്ഷമിക്കണം, ഞാനിതിനു മുമ്പേ ഒരു സൂര്യഗോളവുമായി പ്രണയത്തിലാണ്. ഈശോ എന്ന സൂര്യഗോളം. അവൻ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെസഹ പെരുന്നാൾ അടുത്തപ്പോൾ യേശു പത്രോസിനെയും യോഹന്നാനെയും പെസഹ ഒരുക്കേണ്ടതിന് മുൻകൂട്ടി പറഞ്ഞയച്ചു. ഞാൻ പറയുന്നു, അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുവോളം ഞാനിനി ഇത് ഭക്ഷിക്കുകയില്ല. ഞങ്ങളുടെ കർത്താവാം ദൈവമേ, തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. മുന്തിരിയിൽ നീ ഫലം കായ്ക്കുമാറാക്കുന്നവനല്ലോ. ഇത് നിങ്ങൾ വാങ്ങി പങ്കിട്ടുകൊള്ളുവിൻ. ദൈവരാജ്യം വരുന്നതുവരെ ഞാൻ ഇനി മുന്തിരിയുടെ ഫലം അനുഭവിക്കുകയില്ല എന്ന് നിങ്ങളോട് പറയുന്നു. ഞങ്ങളുടെ കർത്താവാം ദൈവമേ, തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഭൂമിയിൽ നിന്നും നീ ആഹാരം ഉളവാക്കുന്നവനല്ലോ. ഇത് ഞാൻ നിങ്ങൾക്കായി നൽകുന്ന എന്റെ ശരീരം. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന്റെ കൈ എന്റെ അടുത്ത് തന്നെയുണ്ട്. ദൈവനിർണയപ്രകാരം മനുഷ്യപുത്രൻ മരിക്കേണ്ടതാകുന്നുവെങ്കിലും അവനെ കാണിച്ചു കൊടുക്കുന്നവന് അയ്യോ കഷ്ടം. അതൊരിക്കലുമില്ല, അസാധ്യം. എങ്കിൽ എനിക്ക് കൂടി കാണിച്ചു തരൂ ആ സൂര്യഗോളത്തെ. ഇതാ ഈശോയുടെ പ്രേമലേഖനമാകുന്ന ബൈബിൾ ഞാൻ നിനക്ക് നൽകുന്നു. അവൻ്റെ സ്നേഹത്തെ നിനക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞ സ്നേഹം ഒരിക്കൽ തുടങ്ങിയതല്ല, ഒരിക്കലും അവസാനിക്കുന്നതുമല്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒതുങ്ങുന്നതല്ല. ആ സ്നേഹം ലോകമെമ്പാടും പകർന്നു നൽകിയ ഒരു ജീവന്റെ പ്രാണനാണത്. ആ സ്നേഹം ഇന്നും ഓസ്തിയുടെ രൂപത്തിൽ സ്വയം മുറിഞ്ഞുകൊണ്ട് ഒരു ബലിയായി തീരുന്നു. ഓരോ വിശുദ്ധ കുർബാനയിലും ആ സ്നേഹം വീണ്ടും സംഭവിക്കുന്നു.